ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു സൂപ്പർ ഓട്സ് ഉണ്ടാക്കാം കേട്ടോ. അതിന് നമ്മൾ ചെറിയൊരു പാത്രം അടുപ്പിൽ വെച്ച്, കുക്കറാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാത്രം, സ്റ്റീല് മാത്രം എടുക്കണ്ട. ചിലർ ഓട്സ് കാച്ചാൻ വേണ്ടി സ്റ്റീലൊക്കെ എടുക്കാം. അത് നിങ്ങൾ പാലൊക്കെ ഒഴിച്ച് കാച്ചണേ. ഇത് പാലൊഴിച്ച് കാച്ചണയല്ല, ഇതൊരു വെറൈറ്റി. ഇതേപോലെ ചെയ്താൽ എല്ലാവരും ഓട്സ് നല്ലപോലെ കഴിക്കും. അതായത് ഇതിൽ എന്തിനാക്കിയെന്ന് വെച്ചാൽ തക്കാളിയും പച്ചമുളകും, ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, ക്യാരറ്റ്, സവാള, കടുകൊന്നും വേണ്ട. ഇതെല്ലാം ഒത്തിട്ട് ഓരോന്നോരോന്നായിട്ട് ഇടണ്ട, ഒത്തിടാം. പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. 5 മിനിറ്റ്. ഉപ്പ് വേണം, ആവശ്യത്തിന് ഉപ്പ്. എരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് എരി കൂട്ടി ചേർക്കാം. ഞാൻ കുറച്ച് എരി കഴിക്കണില്ല, അതുകൊണ്ട് കുറച്ചെരി. ഇത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി, മഞ്ഞൾ, ഇത് ഓട്സ്, നമുക്ക് ആവശ്യമുള്ള ഓട്സ് ഇതിൽ ഇടാം. ചൂടുവെള്ളം തന്നെ ഒഴിക്കണമെന്നില്ല, പച്ചവെള്ളം ഒഴിച്ചാലും മതി. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ നിങ്ങൾ ഓട്സ് ഉണ്ടാക്കി കഴിച്ചു നോക്കിയാണ്, പിന്നെ ഇങ്ങനെ കഴിക്കുള്ളൂ. പാല് ചേർത്ത് പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കരുത് ഓട്സ്. ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും കഴിക്കാം. എരി കുറച്ചിട്ടാൽ മക്കൾക്കും ഇത് കഴിക്കാനൊക്കെ ഇഷ്ടമായിരിക്കും, കൊച്ചുമക്കൾക്ക്. പിന്നെ കുറച്ച് മുതിർന്നവർക്കും ഷുഗറൊക്കെ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ കൊടുത്താൽ അവർ കഴിക്കും. മറ്റേ ഓട്സ് പാല് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുമ്പം ഓർക്കാനം വരും ചിലർക്ക്. ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് പറഞ്ഞാണ് ഓർക്കാനം വരുമെന്ന്.
എനിക്ക് മല്ലിയില ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇത്തിരി മല്ലിയില ഇറക്കുകയാണ്. എത്ര പേർക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല. ഓട്സ് റെഡിയായി. കണ്ട, സൂപ്പറല്ലേ? ഇതേപോലെ ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കണം. ഓട്സ് ഇതേപോലെ കഴിക്കുകയാണെങ്കിൽ എല്ലാവരും കഴിക്കും. ഇതേപോലെ ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കണം. അപ്പം ഓർക്കാനൊന്നും വരില്ല. പഞ്ചസാരയും പാലൊക്കെ ചേരുന്ന ചിലർക്ക് പിടിക്കില്ല. അത് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയറൊക്കെ ചെയ്യണം. തീ ഓഫാക്കി. ഓട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയറൊക്കെ ചെയ്യണം കേട്ടോ.